വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന പ്രക്രിയയെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റുതിരുത്താൻ തയ്യാറായ അദ്ദേഹത്തെ വേട്ടയാടണ്ട എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. വേടന്റെ പാട്ടുകൾ പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. 5-ാം തീയതി ഇടുക്കിയിൽ നടക്കുന്ന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ വേടന്റെ പരിപാടി സംഘടിപ്പിക്കണമെന്നും MV ഗോവിന്ദൻ അടിമാലി മച്ചിപ്ലാവിൽ പറഞ്ഞു. അതിനിടയിൽ വന്ന പ്രശ്നം വേടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് വേടൻ എന്നല്ല കേട്ടോ, അദ്ദേഹം ഒരു അമരനാമത്തിൽ വേടൻ എന്ന് പറഞ്ഞിട്ട് പരിപാടി അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഒരു ചെറുപ്പക്കാരൻ, ഒരു പുതിയ രീതി. യേശുദാസിൻ്റെ പാട്ട് പോലെയൊന്നുമല്ല, അത് ക്ലാസിക്കലാണല്ലോ. ഇതൊരു പ്രത്യേക ടൈപ്പ്. അയാൾ തന്നെ എഴുതുക, അയാൾ തന്നെ സംഗീതം ചെയ്യുക, അയാൾ തന്നെ പാടുക. ഭയങ്കര കരുത്താണ്. അത് ഈ പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അതിനുവേണ്ടി അംബേദ്കറിനെ പറ്റി, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള നവോത്ഥാന നായകന്മാരെ പറ്റി, അവരെ പറ്റിയെല്ലാമുള്ള അതിശക്തിയായ രീതിയിലുള്ള കരുത്തുള്ള പാട്ടാണ് അദ്ദേഹം പാടുന്നത്. ആ പാട്ടിന് നല്ല ആകർഷണമുണ്ട്. ചെറുപ്പക്കാർ നല്ലപോലെ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് ആൾ. ആ 10,000-കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരൻ ഈ സംഗീതത്തിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം പറയാറുണ്ട്, MDMA ഉൾപ്പെടെയുള്ള മാരകമായ മയക്കുമരുന്നിലൊന്നും എൻ്റെ കുട്ടികളെ അടപ്പെട്ട് പോകരുത് എന്നൊക്കെ. പക്ഷേ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ 8 ആളും കൂടി ചേർന്ന് അങ്ങനെ 9 ആൾ ഒരു ലോഡ്ജിൽ പോലീസിന് വിവരം കിട്ടി അന്വേഷിച്ച് നോക്കിയപ്പോൾ 6 ഗ്രാം എന്താണ് എല്ലാവർക്കും അറിയാം, MDMA ഒന്നല്ല കിട്ടിയത്, കഞ്ചാവ് കിട്ടി. ഇടുക്കിക്കാർക്ക് പഞ്ചാബ് നല്ല പരിചയമാണ്. കഞ്ചാവ് ഇടുക്കി കഞ്ചാവ് കിട്ടി. തെറ്റാണ്. ഫോറസ്റ്റുകാർ പറഞ്ഞു ഇത് ഈ പുലിപ്പല്ലുണ്ട്, ഇയാളുടെ ഒരു താരി പോലെ സാധനം ഉണ്ടത്രേ. പുലിപ്പല്ല് വന്നപ്പോൾ പിന്നെ വിടാൻ പറ്റില്ലല്ലോ, അപ്പോൾ കേസായി. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ഇതുപോലെ എന്തെങ്കിലും തെറ്റുപറ്റി തിരുത്തേണ്ടുന്ന ഘട്ടം വന്നാൽ തിരുത്തിക്കുന്നതിന് പകരം അവസാനിപ്പിക്കാനുള്ള ഒരു നിലപാടും ഈ കേരളം അംഗീകരിക്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗീകരിക്കില്ല, പാർട്ടിയും അംഗീകരിക്കില്ല. ഞാൻ വളരെ വ്യക്തതയോടുകൂടി അർത്ഥശങ്കക്കടയില്ലാത്ത രീതിയിൽ പറഞ്ഞു, തീർച്ചയായും വേടനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുകയാണ് വേണ്ടത്. തെറ്റ് തിരുത്താനുള്ള അവസരം നൽകി, തെറ്റ് തിരുത്തി അദ്ദേഹം ഇനിയും സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണ് വേണ്ടത്. ആ ഇടതുപക്ഷ മനസ്സിന്റെ പൂർണ്ണമായ അർത്ഥതലം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ, ഈ പറയുന്ന ഫോറസ്റ്റുകാർ ഉൾപ്പെടെ, അതിൽ പല സൈസും ഉണ്ട് ഉദ്യോഗസ്ഥന്മാർ, അവരെടുക്കുന്ന നിലപാടിനോടൊന്നും നമുക്ക് യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ബാധ്യതയില്ല. തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ, ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതിനു പകരം ഒരു വേട്ടയാടൽ പ്രക്രിയ പോലെ ഇതുപോലുള്ളൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുള്ളത് എന്ന് ഞങ്ങളിത് പരസ്യമായിട്ട് പറഞ്ഞു വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട്.